Good morning and welcome all to the fifth video lesson on accounting for not-for-profit organization. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഫൈനൽ അക്കൗണ്ട്സിനെ കുറിച്ചാണ് പഠിച്ചത്. അതിലാദ്യം റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിനെ കുറിച്ച് പഠിച്ചു. അതിനുശേഷം അവർ പ്രിപ്പയർ ചെയ്യുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അവരുടെ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആദ്യം നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ടു ഫൈൻഡ് ഔട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ. ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനെ പോലെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും എന്തിനു വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നത്? ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ. അടുത്തത് പറയുന്നത് assets are shown on the right hand side and liabilities on the left hand side. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് പഴയതുപോലെ നമ്മൾ പ്രിപ്പയർ ചെയ്ത ബാലൻസ് ഷീറ്റ് പോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ അസറ്റ്സ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്, അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ലയബിലിറ്റീസ് ആണ് എഴുതേണ്ടത്. അടുത്ത ഫീച്ചർ പറയുന്നത് ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട് ഇസ് യൂസ്ഡ് ഇൻ ദ പ്ലേസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഇറ്റ് അപ്പിയേഴ്സ് ഓൺ ദ ലയബിലിറ്റി സൈഡ്. നമ്മൾ സാധാരണ ബിസിനസ് ഓർഗനൈസേഷനിൽ ക്യാപിറ്റൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഒരു നോൺ ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ എന്താക്കി മാറ്റണം? ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട് എന്നുള്ള വേർഡ് വെച്ച് റീപ്ലേസ് ചെയ്യണം. ഇനി ക്യാപിറ്റൽ വരുന്ന അതേ സ്ഥാനത്ത് തന്നെയാണ് ക്യാപിറ്റൽ ഫണ്ട് വരിക. ഏതാണത്? ലയബിലിറ്റി സൈഡ്. അപ്പോൾ ക്യാപിറ്റൽ ഫണ്ടോ ജനറൽ ഫണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ലയബിലിറ്റി സൈഡ് ഐറ്റമായിട്ടത് റെക്കോർഡ് ചെയ്യണം. അടുത്തത് പറയുന്നത് surplus is added to capital fund and if deficit it is deducted from the capital fund. അപ്പോൾ നമ്മൾ ആദ്യം ക്യാപിറ്റൽ ഫണ്ടിൻ്റെ അല്ലെങ്കിൽ ജനറൽ ഫണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതും. അതിൻ്റെ കൂടെ സർപ്ലസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ആഡ് ചെയ്യണം, ഡെഫിസിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം, അത് കുറയ്ക്കണം. അപ്പോൾ അത് നമ്മൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ കേസ് ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നുണ്ടാവുക? ബാലൻസ് ഷീറ്റിൽ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഐറ്റം വെച്ചിട്ട് തുടങ്ങുന്നു, അതിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം, നെറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. അത് നോൺ ബിസിനസ് ഓർഗനൈസേഷൻ ആയതുകൊണ്ടാണ് സർപ്ലസ്, ഡെഫിസിറ്റ്, ക്യാപിറ്റൽ ഫണ്ട് എന്നുള്ള വാക്കുകൾ വെച്ച് നമ്മൾ പറയുന്നത്. ഇനി ക്യാപിറ്റൽ ഫണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ട അടുത്ത ഐറ്റമാണ് ക്യാപിറ്റലൈസ്ഡ് ഐറ്റംസ് ഉണ്ടാവും. അത് ലെഗസീസ്, ക്യാപിറ്റലൈസ് പോർഷൻ ഓഫ് എൻട്രൻസ് ഫീ, ക്യാപിറ്റലൈസ് പോർഷൻ ഓഫ് ഡൊണേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്, അതുപോലെ ലൈഫ് മെമ്പർഷിപ്പ് ഫീ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാപിറ്റലൈസ് ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ആഡ് ചെയ്യണം. അപ്പം ചെയ്യേണ്ട രീതി ആദ്യം ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട് സ്റ്റാർട്ടിങ്, ആഡ് സർപ്ലസ്, ഡെഫിസിറ്റ് ആണെങ്കിൽ ലെസ് ഡെഫിസിറ്റ്, പിന്നീട് അതിനുശേഷം ആഡ് ക്യാപിറ്റലൈസ്ഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്ലോസിങ് ക്യാപിറ്റൽ ഫണ്ട് കിട്ടും. അത് നമ്മൾ ഫൈനൽ എമൗണ്ട് ആയിട്ട് റെക്കോർഡ് ചെയ്യണം. ഇനി ക്യാപിറ്റൽ ഫണ്ടിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ സ്പെഷ്യൽ ഫണ്ടിൻ്റെയാണ്, അല്ലെങ്കിൽ സ്പെസിഫിക് പർപ്പസ് ഫണ്ട്. അതിൽ വരാവുന്നതാണ് ബിൽഡിംഗ് ഫണ്ട്, സ്പോർട്സ് ഫണ്ട്, മാച്ച് ഫണ്ട്, എക്സെട്ര. ആൻഡ് ഇറ്റ് ഈസ് ഷോൺ സെപ്പറേറ്റ്ലി ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അടുത്തത് പറയുന്നത് ഇഫ് ദ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ദ ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട് ഇസ് നോട്ട് ഗിവൺ, പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ. അപ്പം ചില കേസിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഓപ്പണിംഗ് ജനറൽ ഫണ്ട് തന്നിട്ടുണ്ടാവില്ല. അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, അതായത് ഓപ്പണിംഗ് ഫിഗേഴ്സ് വെച്ചിട്ട് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അതാണ് ഇവിടെ പറയുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ദ ക്യാപിറ്റൽ ഫണ്ട് ഇസ് നോട്ട് ഗിവൺ, വി വിൽ ഹാവ് ടു പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ. അതിനുശേഷം നമ്മൾ അതിൻ്റെ അടുത്ത ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കുന്നു, പിന്നെ ഒരു ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് വേറെ ഉണ്ടാക്കണം. അത് ക്ലോസിംഗ് ഡേറ്റിലുള്ള ബാലൻസ് കണ്ടെത്താൻ വേണ്ടി. ഇനി ഇതാണ് ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാറ്റ്. നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലയബിലിറ്റീസ് ആണ് വരുന്നത്, റൈറ്റ് ഹാൻഡ് സൈഡിൽ അസറ്റ്സും ആണ്. ഇനി നമ്മൾ ലയബിലിറ്റീസ് വെച്ച് നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്. അതിൻ്റെ കൂടെ സർപ്ലസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കണം, ഡെഫിസിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. പ്ലസ് ക്യാപിറ്റലൈസ്ഡ് ഇൻകംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ക്യാപിറ്റൽ ഫണ്ടിൽ ആഡ് ചെയ്യണം. അതിൽ വരാവുന്ന ഐറ്റംസ് ആണ് capitalized portion of donation, legacies,
ക്യാപിറ്റലൈസ് പോർഷൻ ഓഫ് എൻട്രൻസ് ഫീ, ലൈഫ് മെമ്പർഷിപ്പ് ഫീ. ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് എമൗണ്ട് ആണ് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ്. അത് ഔട്ടർ കോളത്തിലേക്ക് എഴുതാം. ക്യാപിറ്റൽ ഫണ്ടിൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ അടുത്ത സെക്ഷനാണ് സ്പെഷ്യൽ ഫണ്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ഡൊണേഷൻ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ അതിന് താഴെ ചെയ്യണം. അപ്പോൾ അവിടെ നോക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ ഓപ്പണിംഗ് സ്പെഷ്യൽ ഫണ്ട് വെച്ച് തുടങ്ങണം. അതിൻ്റെ കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട് റെസീറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻകംസ് ഏൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനോട് റിലേറ്റ് ചെയ്ത എക്സ്പെൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് കുറച്ച് കാണിക്കണം. അത് ലാസ്റ്റ് നെറ്റ് ബാലൻസ് ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. ഇനി അടുത്ത ഭാഗമാണ് ഇതിൽ ലയബിലിറ്റി സൈഡിലുള്ള കറണ്ട് ലയബിലിറ്റീസ്. ഇതിൽ വരാവുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടാവും. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുക. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഐറ്റംസ് എല്ലാം കറണ്ട് ലയബിലിറ്റീസിൻ്റെ കീഴിൽ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ലയബിലിറ്റി സൈഡിലെ കോമൺ ഐറ്റംസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അസറ്റ് സൈഡിലേക്ക് നോക്കാം. അസറ്റ് സൈഡിൽ ഫസ്റ്റ് ഐറ്റം ഫിക്സഡ് അസറ്റ്സ് ആണ്. അപ്പോൾ അത് നമ്മൾ ഫിക്സഡ് അസറ്റിൽ മറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നേരിട്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതാം. ഇനി അല്ല അതിൽ നമുക്ക് പെർച്ചേസും സെയിലും പോലുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഫിക്സഡ് അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതണം. അതിൻ്റെ കൂടെ പ്രസൻറ്റ് ഇയറിൽ പെർച്ചേസ് ചെയ്ത ഫിക്സഡ് അസറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. കറണ്ട് ഇയറിൽ അല്ലെങ്കിൽ പ്രസൻറ്റ് ഇയറിൽ നമ്മൾ ഈ ഒരു ഫിക്സഡ് അസറ്റിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും സെയിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുക്ക് വാല്യൂ എന്ത് ചെയ്യണം, അതിൽ നിന്ന് കുറയ്ക്കണം. സെയിൽസ് വാല്യൂ അല്ല, ബുക്ക് വാല്യൂ ആണ് കുറയ്ക്കേണ്ടത്. അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റിന് ഡിപ്രീസിയേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അതും കുറയ്ക്കണം. അത് കഴിഞ്ഞിട്ടുള്ള ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് ആണ് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇനി ഫിക്സ്ഡ് അസറ്റിൽ അതിൽ ഏതും വരാം. പ്ലാൻ, മെഷീനറി, ഇതിൽ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ബാധകമായിട്ടുള്ള ഫിക്സഡ് ലാൻഡ്, ബിൽഡിംഗ് പോലുള്ള ഗ്രൗണ്ട് പോലുള്ള പല ഐറ്റംസും ഫിക്സഡ് അസറ്റായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇനി കറണ്ട് അസറ്റിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് അസറ്റ്സിൽ കോമൺ ആയിട്ട് വരാവുന്നതാണ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, അതുപോലെ എക്രൂഡ് ഇൻകംസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്. നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചതാണ്. അപ്പോൾ ആ ഐറ്റംസൊക്കെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലും വരാവുന്ന ഐറ്റംസ് ആണ്. അതുപോലെ നമ്മൾ സാധാരണ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതാറുണ്ട്. ഇവിടെ ഒരു സ്റ്റോക്ക് ഓഫ് കൺസ്യൂമബിൾ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നെയാണ് എഴുതേണ്ടത്. ഇവിടെ നമ്മൾ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ കൺസ്യൂം ചെയ്യുന്ന പല ഐറ്റംസ് ഉണ്ട്, അതിൻ്റെ സ്റ്റോക്കാണ്. ആ സ്റ്റോക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങളാണുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട പെർച്ചേസ് കറണ്ട് ഇയറിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പെർച്ചേസസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് കൺസ്യൂമബിൾ ഐറ്റംസ് വെച്ച് തുടങ്ങും. ആഡ് പെർച്ചേസസ് ഓഫ് കറണ്ട് ഇയർ. ഇനി ലെസ് വാല്യൂ കൺസ്യൂംഡ്, അതിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞ ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്കിൽ നമ്മൾ യൂസ് ചെയ്തതുണ്ടെന്നുണ്ടെങ്കിൽ കൺസ്യൂം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതിൽ നിന്ന് കുറയ്ക്കണം. എന്നിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് കൺസ്യൂമബിൾ ഐറ്റംസ് ആണ് ഔട്ടർ കോളത്തിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് നമ്മളത് ടോട്ടൽ ചെയ്യുമ്പോൾ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ടാലി ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇതാണ് ബാലൻസ് ഷീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് ഇതെല്ലാം, അതായത് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന പ്രോബ്ലംസ് നമ്മൾ വരും ക്ലാസ്സുകളിൽ ചെയ്യും. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്, അതിൻ്റെ പെക്യുലിയർ ട്രീറ്റ്മെൻറ്റ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ഇതിനെ ബേസ്ഡ് ആയിട്ട് വരും ക്ലാസ്സുകളിൽ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക് യു.